പാലയൂരിലെ ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ്. AD 52 വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ച പാലയൂർ ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷം അലങ്കോലമാക്കാൻ ശ്രമിച്ച ചാവക്കാട് SIക്കെതിരെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞങ്ങൾ സമീപിച്ചത്. പാലയൂരിൽ വൈകിട്ട് 8 മണിയോടുകൂടി എത്തിച്ചേരുന്ന ആർച്ച് ബിഷപ്പിനെ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ കരോൾ ഗാനവും അവിടുത്തെ ആഘോഷങ്ങളും പള്ളി കോമ്പൗണ്ടിൽ സംഘടിപ്പിക്കുമ്പോൾ അതിന് സ്പെഷ്യൽ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് അവിടെ ആ പരിപാടിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയത്. അത് തീർത്തും അപലനീയമാണ്. അതിന് പിന്നിലുള്ള ഗൂഢാലോചന, സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ ഭാരതീയ ജനതാ പാർട്ടി സമീപിച്ചത്. ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കാത്ത നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ക്രിസ്മസ് രാവ് പുലർച്ചെ മുതൽ അല്ലെങ്കിൽ ആ തലേദിവസം മുതൽ തന്നെ ആരംഭിക്കുന്ന ക്രിസ്മസ് ആഘോഷം ഒരു തരത്തിലും പള്ളികളിൽ നടക്കുന്ന, പള്ളി കോമ്പൗണ്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് മൈക്ക പെർമിഷൻ എടുക്കേണ്ട ആവശ്യകതയില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ മറ പിടിച്ചുകൊണ്ട് പോലീസ് പാലൂര് പോലെയുള്ള തീർത്ഥ കേന്ദ്രത്തിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. സത്യസന്ധമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ലോകസഭാ MP-യും ബഹു കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിജി ആ സമയം ഇടപെടുകയും അദ്ദേഹം അപ്പോൾ തന്നെ പോലീസുമായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ പോലും സ്വീകരിക്കുവാൻ SI തയ്യാറായില്ല. ധിക്കാരപരമായുള്ള നിലപാടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റേത്. അതുകൊണ്ട് തന്നെ പാലയൂരിലെ ഈ ആഘോഷ പരിപാടികൾ അലങ്കോലമാക്കാൻ ശ്രമിച്ച SIക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് BJP അന്ന് മുതൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള തീരുമാനമാണ് പിന്നീടുണ്ടായത്. അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ എത്തുന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ട് പ്രമോഷൻ കൊടുക്കുകയാണ് പോലീസ് വകുപ്പ് ചെയ്തത്. ഇത്തരത്തിലുള്ള നടപടികളുമായി സർക്കാർ പോലീസ് വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. വളരെ വ്യക്തമാണ്. നമ്മളോട് ഇപ്പോൾ BJP നേതാവ് നമ്മളോട് സംസാരിച്ചത്. സാർ, അപ്പോൾ ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ഈ ഒരു ഇടപെടലിനെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? ബഹു കേന്ദ്രമന്ത്രിയും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാന്യായ ജോർജ് കുര്യൻജി കഴിഞ്ഞ ദിവസം പാലയൂർ പള്ളി സന്ദർശിച്ചു. പാലയൂർ പള്ളി വികാരിയുമായി സംസാരിച്ചു, ഫാദറുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ കമ്മീഷനെ സമീപിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ന്യൂനപക്ഷ കമ്മീഷൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, 15 ദിവസത്തിനകം അതിന് മറുപടി സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നൽകേണ്ടതായി വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വളരെ വ്യക്തമാണ്. വളരെ നന്ദി. നമ്മളോട് ഇപ്പം സംസാരിച്ചത് BJPയുടെ യുവമോർച്ച നേതാവായ ജസ്റ്റിൻ ജേക്കബ് സാറാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.